ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 100 നമ്മുടെ മണ്ഡലം 1 സൂക്തം 41 നോക്കുന്നത്. ഇതിലെ ദേവത സൂര്യനാണ്, ആദിത്യനാണ്, സൂര്യനാണ്, അല്ലെ ആര്യമാവാണ്. പക്ഷെ അതേസമയം തന്നെ വേറെ ചില ദേവതകളെയും പറയുന്നുണ്ട്. അത് വരുണനും മിത്രനുമാണ്. വരുണൻ എന്ന് പറയുന്നത് സൂര്യന്റെ ഭ്രമണപഥമാണ്. സൂര്യന്റെ ഭ്രമണപഥത്തിലാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു സൂര്യനെക്കാട്ടിയും പ്രാധാന്യം അതിൻ്റെ ഓർബിറ്റിലുള്ള ഗ്രഹങ്ങൾക്കാണ്. സൂര്യൻ അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നത് അതിൽ സഞ്ചരിക്കുന്ന, അതിൻ്റെ ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുമായിട്ടാണ്. ഉദാഹരണമായിട്ട് ഒരു ആറ്റം എന്ന് പറയുമ്പോൾ അതിന് ന്യൂക്ലിയസ് എല്ലാം ഉണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ രസതന്ത്രത്തിൽ അത് പ്രയോഗിക്കുന്നത് ആറ്റത്തിൻ്റെ അകത്തുള്ള ഏറ്റവും പുറത്തെ ഓർബിറ്റിലെ ഇലക്ട്രോണാണ്. ആ ഓർബിറ്റിന്റെ പ്രത്യേകത അനുസരിച്ചാണ് അതിൻ്റെ ആകർഷണ ബലത്തിലെല്ലാം പ്രാധാന്യം വരുന്നത്. അപ്പൊ സൂര്യന് ചുറ്റും കുറെ ഗ്രഹങ്ങളുണ്ടെങ്കിലും ആ ഗ്രഹങ്ങൾ ഭൂമിയിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ ആ ഗ്രഹം സൂര്യനിൽ നിന്ന് എത്ര അകലത്തുള്ള ഓർബിറ്റിലാണ് ഉള്ളത് എന്നതിനെ അനുസരിച്ചാണ് അതിൻ്റെ സ്വാധീനം കാണുന്നത്. അപ്പം സൂര്യനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഭ്രമണപഥമായ മറ്റുള്ള അതിൽ ഗ്രഹങ്ങൾ ചുറ്റുന്ന ഓർബിറ്റ്, അതായത് വരുണനുമായിട്ടും മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ മിത്രത, അനുകൂല സാഹചര്യം. ഇപ്പം ഗ്രഹങ്ങൾ അനുകൂലമായ സ്ഥലത്ത് വരുമ്പോൾ, സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ അനുകൂലമായ സ്ഥലത്ത് വരുമ്പോൾ ഗുണങ്ങളുണ്ടാകും. മോശമായ സ്ഥലത്ത് വരുമ്പോൾ മോശമുണ്ടാകും. അത് ജ്യോതിഷത്തിൽ പറയുമ്പോൾ നല്ല രാശികളിൽ വരുമ്പോൾ ഗുണം ചെയ്യും, മോശം രാശികളിൽ വരുമ്പോൾ ദോഷം ചെയ്യും. ഈ രാശി എന്നത് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിൽ ഓരോന്നിലായിട്ട് എന്താണ് പറയുന്നത് നോക്കാം. ആദ്യം ഒന്നിൽ എന്താണ് പറയുന്നത്? ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 41 ഋഷി കണ്വൻ, ദേവത ആദിത്യൻ തുടങ്ങിയവർ. ഛന്ദസ് ഗായത്രി. യം രക്ഷന്തി പ്രചോദസോ വരുണോ മിത്രോ അര്യമാ നുചിത്സ ദദ്യതേ ജനഃ. ഉത്കൃഷ്ട ജ്ഞാനികളായ വരുണനും മിത്രനും അര്യമാവും മനുഷ്യരെ രക്ഷിക്കുന്നു. അവരെ പിന്നെ ആർക്കും ഹിംസിക്കുവാൻ സാധിക്കുകയില്ല. ഈ വരുണനും മിത്രനും ആര്യമാവും വളരെ വലിയ ജ്ഞാനികളാണ്. ഒരു സൗരയൂഥത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് അതിൽ ഏത് ഓർബിറ്റിൽ ഏത് ഗ്രഹം നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു, ആ ഓർബിറ്റിൽ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഇതാണ് രാശിചക്രത്തിൽ. അത് രാശിചക്രമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പൊ അതിലൂടെയാണ് ജ്ഞാനം. ആ രാശിചക്രത്തെ പറ്റി പഠിച്ചിട്ടാണ് ജ്യോത്സ്യന്മാർ പ്രവചനം നടത്തുന്നത്. അപ്പൊ അതിൻ്റെ ഓർബിറ്റ് അല്ലെ രാശിചക്രം, അതാണ് ജ്ഞാനത്തിന്റെ കേന്ദ്രം. അതുകൊണ്ട് മിത്രനും വരുണനും ആര്യമാവും എല്ലാം, സൂര്യനും അതിൻ്റെ ഗ്രഹങ്ങളുമെല്ലാം അനുകൂല സാഹചര്യം, പ്രതികൂല സാഹചര്യം എന്നതെല്ലാം ആ ഓർബിറ്റിന്റെ സ്വഭാവം, ഏത് ഓർബിറ്റിൽ എവിടെ സൂര്യൻ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. സൂര്യൻ ഒരു ഓർബിറ്റില്, ഇപ്പം ഭൂമി സൂര്യന് ചുറ്റുമ്പോൾ ഓർബിറ്റിന്റെ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ മേടമാസം എന്ന് പറയും. അത് ഭയങ്കര ചൂടായിരിക്കും, ഇടവത്തിൽ കുറച്ച് മഴയെല്ലാം പെയ്യും. ആ തരത്തിൽ കാലാവസ്ഥ സീസൺസ് എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവർ വളരെ ജ്ഞാനികളാണ്. അതിലൂടെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമുക്ക് സീസൺ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മഴയെല്ലാം പെയ്യുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെ ആര്യമാവെല്ലാം അനുകൂലമായി വന്നാൽ, അല്ലെങ്കിൽ മിത്രൻ വരുണനെല്ലാം അനുകൂലമായി വന്നാൽ, അതായത് ഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജാതകത്തിലെ ഒരു സമയത്ത് അനുകൂലമായി വന്നാൽ
അവരെ ആർക്കും ഹിംസിക്കാൻ കഴിയില്ല, അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പം നല്ല സമയത്ത്, മിത്രതയുള്ള സമയത്ത് ഗ്രഹങ്ങൾ നല്ല വരുണന്റെ ഓർബിറ്റിൽ വരുമ്പോൾ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 41-2 യം ബാഹുദേവ പിപ്രതി പാന്തി മർത്യം രിഷ അരിഷ്ട സർവ ഏധതേ. വരുണാദി ദേവന്മാർ സ്വന്തം കരങ്ങളാൽ വിഭിന്ന ധനങ്ങൾ നൽകി ആരെ രക്ഷിക്കുന്നുവോ അവരെ യാതൊരു ശത്രുവിനും ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല. അവർ എല്ലാ തുറകളിലും മുന്നേറുകയും ചെയ്യുന്നു. എന്ന് പറയുന്നു, നമ്മുടെ കരങ്ങളില് പലതരം ധനങ്ങൾ, വിഭിന്നങ്ങളായ ധനങ്ങൾ നൽകുന്നു. അനുകൂലമായ സ്ഥലത്ത് ഗ്രഹങ്ങൾ വരുമ്പോൾ, ഓർബിറ്റിൽ ഗ്രഹങ്ങളിലെ വരുണപാശത്തിൽ വരുണന്റെ ഓർബിറ്റിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ, അനുകൂല സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ധനങ്ങൾ, പല തരത്തിലുള്ള ധനങ്ങൾ നൽകുന്നു. ധനം എന്ന് പറയുമ്പോൾ നമുക്ക് നേടുന്നത്, ചിലയിടത്ത് വരുമ്പോൾ വീട് കിട്ടും, ചിലപ്പോൾ എടുത്ത് വരുമ്പോൾ തൊഴിൽ കിട്ടും, ചിലപ്പോൾ എടുത്ത് വരുമ്പോൾ ധനം കിട്ടും, ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ വിദ്യാഭ്യാസം കിട്ടും, മക്കളെ കിട്ടും. ഇതെല്ലാം ഓർബിറ്റിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഗ്രഹങ്ങൾ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അവരെ ഒരു ശത്രുക്കൾക്കും ദ്രോഹം ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഗ്രഹങ്ങൾ അനുകൂലമായി വരുമ്പോൾ സൂര്യനും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ആ ഭ്രമണപഥവും അതിലൂടെ അനുകൂലമായ സാഹചര്യവും വരുമ്പോൾ നമ്മളെ ആർക്കും ദ്രോഹിക്കാൻ പറ്റില്ല. അതേസമയം അവർ എല്ലാ ഫീൽഡിലും മുന്നേറുകയും ചെയ്യും. അപ്പം അനുകൂലമായ സ്ഥലത്ത് സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ ഓരോ ഗ്രഹവും നമുക്ക് അനുകൂലമായ സ്ഥലത്ത്, അത് ജ്യോത്സ്യന്മാർ രാശികളൊക്കെ നോക്കിയിട്ടാണ് പറയുക, എത്തുമ്പോൾ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, നമ്മൾ മുന്നേറിക്കൊണ്ടേ ഇരിക്കും. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 41-3 വിദുർഗാ വിദ്വിഷ പുരോഘ്നന്തി രാജാനയേഷാം നയന്തി ദുരിതാതിരഹ. വരുണാദി ദേവന്മാർ സാധകന്മാരുടെ എല്ലാ കഷ്ടതകളെയും നശിപ്പിക്കുന്നു, ശത്രുക്കളെ കൊല്ലുകയും ദുഃഖങ്ങൾ അകറ്റുകയും ചെയ്യുന്നു. ഈ വരുണാദികള് നമ്മുടെ എല്ലാ കഷ്ടതകളും ദൂരീകരിക്കും. അതുകൊണ്ടാണ് ജ്യോത്സ്യന്മാരുടെ അടുത്ത് നമ്മളെ കഷ്ടപ്പാടെപ്പോഴും തീരുന്നതെന്ന് പോയി ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം നോക്കുന്നത് എന്താണ്? ആ കഷ്ടത ഉണ്ടാക്കുന്ന ഗ്രഹം എപ്പോഴും അനുകൂലമായ സ്ഥലത്ത്, ആ ഓർബിറ്റില് അനുകൂലമായ സ്ഥലത്ത് വരുന്നു, അപ്പോൾ അവരുടെ കഷ്ടപ്പാട് തീരും. ഇപ്പം പറയുന്നുണ്ടല്ലേ, വ്യാഴം ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്നടുത്ത് അനുകൂലമായി വന്നു, ഇന്ന നക്ഷത്രക്കാർക്ക് മോശമായി വന്നു, ഇങ്ങനെയെല്ലാം പറയുന്നില്ല. അതെല്ലാം ഓർബിറ്റിലെ വരുണനിലെ ഓരോ സ്ഥാനമാണ്. 12 തിരിച്ചിട്ടുണ്ട്. ആ ഓർബിറ്റിലെ 12 തിരിച്ചിട്ട് രാശികളായി തിരിച്ചിട്ട് അതിൽ ഓരോന്നിന് വരുമ്പോൾ അനുകൂലം. അപ്പം അനുകൂലമായിട്ട് വരുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരും, ശത്രുക്കളെല്ലാം ഇല്ലാതാകും, ദുഃഖങ്ങളെല്ലാം അകലും. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 41-4 സുഖപന്ഥ അന്യക്ഷര ആദിത്യാസ ഋതം യതേ യാത്രാവഘാതോ അസ്തിവഹാം. യജ്ഞത്തെ പ്രാപിക്കാനുള്ള ആദിത്യൻ്റെ മാർഗത്തിൽ യാതൊരു മുള്ളും ഉണ്ടാവുകയില്ല. ഈ യജ്ഞങ്ങളിൽ ആദിത്യനുള്ള ഖബർ രൂപമായ ഭോജനം ദുഷിച്ചതല്ല. ഇവിടെ സൂര്യനോട് പറയുകയാണ്, യജ്ഞത്തിൽ നീ വരുമ്പോൾ ഓരോ പ്രത്യേക ഓർബിറ്റിൽ, ഓരോ പ്രത്യേക ഭ്രമണപഥത്തിൽ, അല്ലെങ്കിൽ ഓരോ പ്രത്യേക രാശികളിൽ നീ വരുമ്പോൾ
നിന്റെ മാർഗത്തിൽ ആരും ഒരു തടസ്സങ്ങൾ സൃഷ്ടിക്കില്ല. അപ്പൊ സൂര്യൻ അനുകൂലമായ സ്ഥാനത്ത് വരുമ്പോൾ ആർക്കും അതിനെ നമുക്ക് ഗുണം ചെയ്യുന്നതിൽ നിന്നും തടുക്കുവാൻ പറ്റില്ല. അതിൽ നമ്മൾ അർപ്പിക്കുന്ന ഹവിർദാനം, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കാലത്തിനനുസരിച്ച് അനുകൂലമായ സാഹചര്യങ്ങളിൽ കർമ്മം ചെയ്യുമ്പോൾ, അപ്പൊ സൂര്യനെ ആഹൂതി അർപ്പിക്കുന്നതായിട്ട് തന്നെ കണ്ടാകും. അനുകൂലമായ സമയങ്ങളിൽ നമ്മൾ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂര്യൻ അനുകൂലമായ രാശിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതൊന്നാവുന്നില്ല, ദൂഷിതമാകുന്നില്ല, അതായത് അതിന് ഫലം ലഭിക്കും. അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യൻ അനുകൂലമായ രാശികളിൽ വരുമ്പോൾ കർമ്മം ചെയ്യണം. അപ്പോൾ ആ കർമ്മം ദുഷിച്ചു പോകില്ല, അത് നമുക്ക് ഉന്നതികൾ നൽകും. അതായത് സൂര്യൻ അനുകൂലമായ സ്ഥലത്ത് വരുമ്പോൾ, അതായത് മേടം ഇടം എന്നീ മാസങ്ങളിൽ നമ്മളെ ജനന സമയമായിട്ട് ബന്ധപ്പെട്ട ആ രാശിചക്രത്തിലെ അനുകൂലമായ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യണം. അതാണ് മുഹൂർത്തം നോക്കുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ള ശാസ്ത്രം. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 41-5. യം യജ്ഞം നയഥ നര ആദിത്യാർജുന പഥ പ്രവസധീയതേ നശത്. സരള വിധാനത്തോട് കൂടി നടത്തപ്പെടുന്ന യജ്ഞം ദേവന്മാരെ പ്രാപിക്കുന്നു. ലളിതമായ, ഇവിടെ പറയുകയാണ്, ലളിതമായ ഓർബിറ്റിൽ കൂടി നല്ല സ്ഥാനത്ത് വരുമ്പോൾ നമ്മൾ ദേവതകൾക്ക് അർപ്പിക്കുന്ന ആഹൂതികളെല്ലാം, അങ്ങനെയുള്ള യജ്ഞങ്ങളെല്ലാം സഫലമായി തീരും. അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക, ആഹൂതി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കർമ്മം, എന്തെങ്കിലും വസ്തുക്കളെല്ലാം അഗ്നിയിലോ മറ്റേലോ ദേവതകളിലോ അർപ്പിച്ച്, അല്ലെങ്കിൽ അരിയും ചോറും എല്ലാം വെള്ളത്തിലിട്ടിട്ട് ദേവതകൾക്ക് അഗ്നിക്ക് അർപ്പിച്ച്, അർപ്പിക്കുന്ന എല്ലാ വസ്തുവും ദേവതകൾ തന്നെയാണ്. അരിയും ദേവതയാണ്, വെള്ളവും ദേവതയാണ്, അഗ്നിയും ദേവതയാണ്. അതിൽ അർപ്പിക്കുമ്പോൾ നല്ല സംവിധാനത്തോടു കൂടിയുള്ള, അതായത് ഏറ്റവും നല്ല സ്ഥലത്ത് നിൽക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ദേവതകളെ പ്രാപിച്ചിട്ട് നമുക്ക് ഫലം നൽകും. ഇവിടെ ചോറ് വെക്കുന്നതിനെ പറ്റിയല്ല ഉദ്ദേശിച്ചത്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ വസ്തുക്കളെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കർമ്മം ചെയ്യുക. പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുക. അതാണ് ദേവതകൾ. അവർക്ക് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അനുകൂലമായ സ്ഥലത്താണ് ആ കർമ്മം, സൂര്യനെല്ലാം അനുകൂലമായിട്ട് നിൽക്കുമ്പോഴാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ യജ്ഞം എന്ത് ചെയ്യും, സഫലമായി തീരും. നമ്മൾ ദേവതകൾക്ക് അർപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നടത്തുന്ന യജ്ഞങ്ങൾക്ക് ഫലം കിട്ടും. അതായത് നല്ല മുഹൂർത്തം നോക്കി കർമ്മം ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 41-6. സരത്നം മർത്യോ വസു വിശ്വം തോകം ഉദാത്മന അച്ഛാ ഗച്ഛന്ത്യസ്തൃതഃ. ആദിത്യൻ്റെ ഉപാസകൻ ആരായാലും പരാജയപ്പെടുത്തുന്നില്ല. ആദിത്യൻ്റെ ഉപാസകർ ആരാലും പരാജയപ്പെടുത്തുന്നില്ല. അവന് ഉപഭോഗ്യങ്ങളായ ധനത്തെയും സന്താനത്തെയും നേടുന്നു. ഇങ്ങനെ സൂര്യനെ ഉപാസിച്ച് കർമ്മം ചെയ്യുന്ന ആരും പരാജയപ്പെടില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം സൂര്യന് നല്ല മുഹൂർത്തങ്ങളിൽ നമ്മൾ, മുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യനും ഗ്രഹങ്ങളും അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഫലം നൽകാതെ ഇരിക്കില്ല, അത് പരാജയപ്പെടില്ല. അവരെ അതെന്ത് ചെയ്യും, നമുക്ക് ഉപഭോഗ്യമങ്ങളായ ധനത്തെ നൽകും. അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല മുഹൂർത്തത്തിൽ സൂര്യനും ഗ്രഹങ്ങളുമെല്ലാം ആ ഓർബിറ്റിലെ അല്ലെ വരുണനില് അനുകൂല സ്ഥലത്ത്, അല്ലെങ്കിൽ രാശിചക്രത്തിൽ അനുകൂല സ്ഥലത്ത്, അനുകൂല സ്ഥലം എന്ന് പറയുകയാണ് മിത്രതയുള്ള ഭാവം, മിത്രഭാവത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല മുഹൂർത്തത്തിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ
അത് പരാജയപ്പെടുകയില്ല. നമ്മൾ ഉദ്ദേശിച്ച ധനത്തെയും സന്താനത്തെയും എല്ലാം നൽകും. സന്താനം ഉണ്ടാകുന്നതും അനുകൂലമായ സമയത്ത് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് എനിക്കപ്പോൾ കുട്ടികൾ ഉണ്ടാവുക എന്നെല്ലാം ചോദിക്കുന്നത്. അല്ലെ അവരവർക്ക് ഇങ്ങനെ തീരുമാനിച്ചാൽ മതിയെങ്കിൽ അവരവർ പിന്നെ ജ്യോത്സ്യൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് തന്നെ ഒരു സംശയമുണ്ട്, ഇതെല്ലാം ഗ്രഹങ്ങൾ അനുകൂലമായ സ്ഥലത്ത് വരുമ്പോഴാണ് സന്തതികളെല്ലാം ഉണ്ടാകുന്നത്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 41-7 കഥാരാധാമ സഖായ സ്തോമം മിത്ര സ്വാര്യംണ മഹിപ്സരോ വരുണസ്യ. മിത്രൻ്റെയും അര്യമായുടെയും സ്തോത്രങ്ങൾ നാം എങ്ങനെ സാധനം ചെയ്യും? വരുണൻ്റെ ഹവിസ് രൂപമായ ഭോജനം എപ്രകാരം നാം തയ്യാറാക്കും? ഇവിടെ പറയുകയാണ് മിത്രന്റെയും സൂര്യന്റെയും സ്തോത്രങ്ങൾ എങ്ങനെ സ്തോത്രങ്ങളാൽ സാധന ചെയ്യുന്നതെന്നാണ്. അതായത് സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനുകൂലമായ സമയം, മിത്രതയുള്ള സമയം, അനുകൂലമായ സമയം, സൂര്യൻ അനുകൂലമായി നിൽക്കുമ്പോൾ എന്ത് വേണം? കർമ്മങ്ങൾ ചെയ്യാൻ. അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സൂര്യനെല്ലാം അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ കർമ്മം ചെയ്യണം. വരുണന്റെ ഹവിരൂപമായ ഭോജനം, ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുക? വരുണൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ ഓർബിറ്റില് അല്ലെങ്കിൽ രാശിചക്രത്തില് അനുകൂലമായ സമയം വരുമ്പോഴാണ് നമ്മൾ വരുണന് ആഹൂതി അർപ്പിക്കുക. ഭോജനം അത് തിന്നുന്ന ഭോജനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭക്ഷണം നമ്മൾ ആഹൂതി അർപ്പിക്കുക. അനുകൂലമായ സ്ഥലത്ത് ഗ്രഹങ്ങൾ ഓർബിറ്റിൽ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യുക. ആ യജ്ഞം ചെയ്യുമ്പോൾ നമുക്ക് സന്താനങ്ങളാണെങ്കിൽ സന്താനങ്ങളെ കിട്ടും, ധനമാണെങ്കിൽ ധനമെല്ലാം കിട്ടും. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 41-8 മാവോഘ്നന്തം മാശബന്ധം പ്രതിഭോജേ ദേവയന്തം സുമ്നൈർ ഇദ്യ ആവിവാസേ. യജമാനനെ ഹിംസിക്കാൻ ആഗ്രഹിക്കുന്നവരെ പറ്റി അല്ലെങ്കിൽ അയാളോട് കടുത്ത വചനങ്ങൾ പറയുന്നവരെ പറ്റി ഞാൻ ദേവഗണങ്ങളോട് പറയുന്നില്ല. ഞാൻ സ്തുതിവചനങ്ങളാൽ അവരെ പ്രസന്നരാക്കുന്നു. ഇവിടെ ദേവന്മാരോട് പറയുകയാണ്, യജമാനനെ ഹിംസിക്കുന്ന, നമുക്ക് ദോഷമായി തീരുന്ന ആൾക്കാരെ പറ്റി അല്ലെ അവർക്കെതിരായിട്ടുള്ള വചനങ്ങൾ ഒന്നും നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ല. കാരണം സൂര്യനോട് നമ്മുടെ ശത്രുക്കളെക്ക് ദോഷണം ചെയ്യുന്നതോ അല്ലെ അവരെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത്? സ്തുതിവചനങ്ങളാൽ നിന്നെ പ്രസന്നനാക്കും. ശത്രുക്കളെ പറ്റിയൊന്നും നിന്നോട് പറയുന്നില്ല. നമ്മുടെ തടസ്സങ്ങളെ പറ്റിയൊന്നും നിന്നോട് പറയുന്നില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നീ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജ്യോതിഷം തന്നെ, നല്ല മുഹൂർത്തത്തിൽ നമ്മൾ കർമ്മം ചെയ്യും. ശത്രുവിനെ പറ്റിയൊന്നും ചിന്തിക്കില്ല. അപ്പം നല്ല സമയത്ത് കർമ്മം ചെയ്യുമ്പോൾ ശത്രുക്കളൊന്നും ഇങ്ങോട്ട് വരില്ല. അത് പിന്നെ ശത്രുക്കളെ പറ്റിയൊന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. കർമ്മം ചെയ്യുമ്പോൾ ശത്രുതയെല്ലാം ഉണ്ടാവും. പക്ഷെ അനുകൂല സമയമാണെങ്കിൽ ആ ശത്രുക്കളൊന്നും തലമുക്കില്ല. അപ്പോൾ നമ്മൾ ദേവന്മാരോട് അതായത് പറയുകയാണ്, നിങ്ങളെ നമ്മൾ സൂര്യൻ അനുകൂലമായി നിൽക്കുന്ന സമയത്താണ് നിങ്ങളെ നമ്മൾ കർമ്മത്തിന് വേണ്ടി ക്ഷണിക്കുന്നതും നിങ്ങൾക്ക് ആഹൂതി അർപ്പിക്കുന്നതും. ഈ ദേവന്മാർ തന്നെ ഇവിടെയുള്ള പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ഈ ഭൂമിയിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ വ്യവസായങ്ങൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ, എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമിയിലെ വിഭവങ്ങൾ ദേവതകളെ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ആഹൂതി അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിന് ശത്രുക്കളെ പറ്റിയൊന്നും നിങ്ങളോട് പറയുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂല സമയം നോക്കിയിട്ട് അങ്ങ് കർമ്മം ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരെപ്പറ്റി ബോധന ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെയ്യുന്ന കർമ്മം
അനുകൂലമായ സമയം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ട് ചെയ്യുക. നമ്മൾ കാര്യങ്ങൾ വിജയിക്കും. ഇനി 9. അപ്പം ശത്രുക്കളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അനുകൂലമായ സമയമാണെങ്കിൽ ശത്രുക്കളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളങ്ങ് കർമ്മം ചെയ്താൽ മതി. ശത്രുക്കളെല്ലാം താനേ സൂര്യൻ നോക്കിക്കോളും. അവരെല്ലാം ഗ്രഹങ്ങൾ അവർ അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ശത്രുക്കളൊന്നും അടുത്ത് വരാനൊന്നും പോകുന്നില്ല. ഇനി 9. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 41 9. ചതുരശ്ചിദ്ദമാന അബ്ദിഭിയാദാനിധാതോഃ ന ദുരുക്തായ സ്പൃഹയേത്. 4 ദുഷ്കർമ്മങ്ങൾ നടത്തുന്നവരെ വശത്താക്കാൻ ഭയപ്പെടണം. എന്നാൽ ദുർവചനം പറയുന്നവരുടെ അടുക്കൽ ഇരിക്കുവാനേ പാടില്ല. ഇവിടെ 4 തരം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് കീഴടക്കുന്നതിന് ഭയക്കണം എന്ന് പറയുകയാണ്. നമുക്ക് പലതരം ശത്രുതകളുണ്ട്. അതായത് പ്രത്യക്ഷത്തിലുള്ളതുണ്ട്, പിന്നിൽ നിന്ന് നമ്മൾ അറിയാതെ പിന്നിലോട്ട് വന്ന് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് നല്ല മുഖഭാഗമെല്ലാം കാണിച്ചിട്ട് പാരവെക്കുന്നവരുണ്ട്, അതേസമയം നമ്മളോട് നേരിട്ട് ശത്രുത നടിച്ചിട്ട് വരുന്നവരുണ്ട്, മറ്റുള്ളവർ ഒന്നും കാണാതെ വഴി നടന്നു പോകുന്നവരുണ്ട്. നമ്മൾ അവനെന്തോ അവൻ്റെ പണി, പക്ഷെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ നമുക്ക് പാരവെക്കാനായിരിക്കും. അപ്പൊ ശത്രുക്കൾ പലതരത്തിലുണ്ട്, നാനാതരത്തിലുണ്ട്. അവരെല്ലാം വശപ്പെടുത്താനൊന്നും നമുക്ക് അത്ര എളുപ്പത്തിലൊന്നും സാധിക്കില്ല. എന്നാൽ ദുർവചനം പറയുന്നവരുടെ അടുത്തിരിക്കുവാനേ പാടില്ല. ദുർവചനം എന്ന് പറയുന്നത് ശാസ്ത്രവിധിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഇരുന്നുകൂടാ. ഉദാഹരണമായിട്ട് വചനം എന്ന് പറയുമ്പോൾ സയൻസാണ്, ശാസ്ത്രം. ശരിയായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ദുർവചനം പറയുന്ന ചിലവരുണ്ട്. ഇതിലൊന്നും കാര്യമൊന്നുമില്ല, ഇതല്ല മണ്ടത്തരാണ്. അങ്ങനെ സൂര്യനും ഗ്രഹങ്ങളും അവരുടെ സ്ഥാനവുമായിട്ട് ഒരു ബന്ധവുമില്ല. നിനക്ക് തോന്നമാരി ചെയ്തു പോയി എന്ന് പറയുന്നവരുടെ അടുത്ത് നമ്മൾ പോയി ഇരിക്കരുത്. അതാണ് ഏറ്റവും ദോഷം ചെയ്യുക. ശത്രുക്കൾ എത്രയോ തരമായിക്കോട്ടെ, പക്ഷെ അനുകൂലമായ സമയത്ത് അനുകൂലമായ മുഹൂർത്തത്തിൽ ചെയ്യുകയാണെങ്കിൽ 100 അല്ല 1000 ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരൊന്നും നമ്മുടെ അടുത്ത് വരില്ല. അതുകൊണ്ട് ശത്രുക്കൾ എത്രയോ തരത്തിലുണ്ടാക്കട്ടെ, അവരെല്ലാം ഇല്ലായ്മ ചെയ്യുക നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. ദൂഷ്യം പറയുന്നവർ, ഏഷണി പറയുന്നവരെല്ലാം ലോകത്തിലുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അവരെല്ലാം മറന്നേക്കണം. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യണം? കർമ്മം ചെയ്യുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല വചനങ്ങൾ, അത് ജ്യോതിഷം തന്നെയാണ്. ജ്യോതിഷത്തിലെ അനുകൂലമായ സമയം വരുമ്പോൾ കർമ്മം ചെയ്തേച്ചാൽ മതി. അപ്പൊ എത്ര തരം ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതൊന്നും അടുത്ത് വരാൻ പോകുന്നില്ല, നമ്മളെ കാര്യം വിജയിക്കും. എന്നാൽ ദുർവചനം ചെയ്യുന്നവരുടെ അടുത്തിരുത്ത് കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഇതിലൊന്നും കാര്യമൊന്നുമില്ല, മിത്രനുമില്ല, സൂര്യനുമില്ല, ഒന്നുമില്ല, വരുണനുമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല, ജ്യോതിഷത്തിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങളായാലും ചെയ്തോ എന്ന് പറയുന്നവരുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അപ്പൊ ശത്രുക്കളുടെ എണ്ണം എത്രയാവുന്ന അവരെ വയസ്സ കീഴടക്കുന്നതിന് കുറെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഏറ്റവും ദോഷം ശാസ്ത്രീയമല്ലാതെ കർമ്മം ചെയ്യുന്നതാണ്. ആരെങ്കിലുടെയും ശാസ്ത്രീയത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും കർമ്മം ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് ചാടിക്കേരി പോകരുത്. നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല മുഹൂർത്തങ്ങളിൽ തന്നെ കർമ്മം ചെയ്യണം. അപ്പൊ ശത്രുതയൊന്നും അടുത്ത് വരില്ല, നമ്മുടെ ഉദ്ദേശം സാധിക്കും.